എടാ നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. എന്ത് ചെയ്യാനാ, ഇന്നലെ മുഴുവൻ ഞാൻ ആലോചിച്ചു, തീരുമാനം എടുത്തു. ഈ ഒരു 100 ദിവസം ഞാൻ ആഗ്രഹിച്ച പോലുള്ള എൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി എനിക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റെഡിയായിട്ട് കാത്തിരുന്ന ഞാനാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇന്ന് നേരം വെളുത്തപ്പം തൊട്ട് ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ജാതി ഭയം, ഒരു ജാതി പേടി, ഒരു ജാതി ഡൗട്ട്. ഇതെന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല എന്ന് ഞാൻ തീരുമാനം എടുത്തു. ഇത്ര നേരം ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇടണോ. എന്നെ ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് വേണ്ട. എനിക്ക് എൻ്റെ ഒരു 100 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കളി മാറും, എൻ്റെ കഥ മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കിട്ടണുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനിടാണ്. എന്നെ സംബന്ധിച്ച് ഡൂ ഓർ ഡൈ, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള ദിവസമായിരുന്നു ഇന്ന്. ഞാൻ എൻ്റെ ഫസ്റ്റ് റീൽ ഞാൻ ഇവിടെ ഇടാണ്. എന്തൊക്കെ സംശയം ഉണ്ടായാലും, എന്തൊക്കെ പേടി ഉണ്ടായാലും, ഇത് ഇവിടെ കൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ ഞാൻ തുടങ്ങാണ്. വൈബ്രൻറ്റ് രേഷ, എന്തായാലും ഇതൊരു പാവം സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ഒരു തീയാണ് കേട്ടോ. ഈ തീ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 100 ദിവസം ഇവിടെ കത്തിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ കാണും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറിന്, എൻ്റെ ഫസ്റ്റ് ഫോളോവറിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റും കൂടി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ആരാണ് ഫസ്റ്റ് സബ്സ്ക്രൈബർ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ അവർക്കുള്ള ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ കാണും. നാളെ മുതൽ ഒരു 100 ദിവസം കണ്ടിരിക്കുക. നമ്മുടെ ആട്ടവും പാട്ടവും കൂട്ടും ഒക്കെ ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ ദെൻ ബൈ.